അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ്. പവർ ഫാക്ടറിൻ്റെ ഒരു വിശദമായൊരു എക്സ്പ്ലനേഷൻ ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് തന്നെ. ഇൻസ്പെക്ടർ ഡയറിയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അകത്ത് പവർ ഫാക്ടറിനെ പറ്റിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കാണാവുന്നുള്ളൂ. പവർ ഫാക്ടർ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് അതിൽ ഡിഫറെൻറ്റ് പവറുകൾ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറിനെ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പവർ ഫാക്ടർ കൂടിയും കുറഞ്ഞതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവരതിൽ കാണുക. അപ്പോൾ ഈ ചോദ്യത്തിൽ 4 ഓപ്ഷൻ ഉണ്ട്. ഷണ്ട് കപ്പാസിറ്റർ ഉണ്ട്, APFC ഉണ്ട്, സിംഗിൾസ് കണ്ടൻസർ ഉണ്ട്. പിന്നെ നാലാമത്തെ ഈ ചോദ്യത്തിൽ പറഞ്ഞാൽ അത് ഈ ഓപ്ഷനിലുള്ള എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഷണ്ട് കപ്പാസിറ്ററും വെച്ചാലും നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. APFC ഫാനും കൊണ്ടും സിംഗിൾസ് കണ്ടൻസർ കൊണ്ടും മൂന്നും കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. ഷണ്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡിന് പാരലായിട്ട്, ഇപ്പോൾ നമുക്കൊരു വലിയ മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ 100 SP മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് അതിൻ്റെ നമ്മളൊരു തമ്പ് റൂൾ അല്ലെങ്കിൽ ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടറിൻ്റെ, ഒരു വലിയ മോട്ടറിൻ്റെ ഒരു 20%, അതായത് 100 SP ആണെങ്കിൽ 100 × 20%. അപ്പോൾ 20 kVAr ഒരു കപ്പാസിറ്റർ ആണ് നമ്മളിതിന് പാരലായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഇതിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് 3 വയറുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ റെഡ്, യെല്ലോ, ബ്ലൂ നമ്മുടെ ഒരു മോട്ടറിലേക്ക് വരുന്ന ലോഡിൻ്റെ സ്റ്റാർട്ടറിന് മുന്നേ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് KVAR ഈ ഷണ്ട് കപ്പാസിറ്ററിനെ റേറ്റ് ചെയ്തേക്കുന്നത് KVAR അതിലേക്ക് റേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ കൊടുക്കും. അതായത് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ കുറയുന്ന പവർ ഇവൻ വഴി കോമ്പൻസേറ്റ് ആയിട്ട്, അതായത് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ലാഗിങ് ആയിട്ട് വരുന്ന സാധനം ഇവൻ ലീഡിങ് ആക്കി കൊടുത്ത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ടോട്ടൽ ഒരു സൈറ്റിൻ്റെ അകത്ത് പലതരം മോട്ടറുകളും കാര്യങ്ങളൊക്കെ ഉള്ള സൈറ്റാണ്. ഇൻഡസ്ട്രിയൽ സൈറ്റാണെങ്കിൽ നമ്മൾ വലിയ മോട്ടറുകൾക്ക് ഷണ്ട് കപ്പാസിറ്റർ കൊടുത്തതിന് ശേഷം ചെറിയ മോട്ടറുകളും എല്ലാം കൂടി ആയിട്ട് അതിന് സെപ്പറേറ്റ് കപ്പാസിറ്റർ കൊടുക്കുന്ന നമുക്ക് നഷ്ടപരിപാടിയാണ്. അപ്പം നമ്മൾ അതിന് പകരം ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽ കൊടുക്കും. ആ പാനലിൻ്റെ അകത്ത് പല KVAR കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ അത് ഇതും ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പല മോട്ടറുകളും ഓണാകും, അല്ലെങ്കിൽ പല ലോഡുകളൊക്കെ ഓണാകുമ്പോൾ പവർ ഫാക്ടർ എന്തോരം കുറയുന്നു എന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് ഈ പാനൽ ഓണാക്കി കൊടുത്ത് കപ്പാസിറ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സിംക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്. അത് നമ്മുടെ ഒരു മോട്ടർ പോലത്തെ ഒരു സംഭവം ആയിട്ട് തോന്നും. അത് നേരെ ഓപ്പോസിറ്റ് പവറാണ് പക്ഷേ കൊടുക്കുന്നത്. അതായത് കപ്പാസിറ്ററിൻ്റെ അതേ ജോലിയാണ് ഇവനും ചെയ്യുന്നത്. അപ്പോൾ അത് ലീഡിങ്ങും ലാഗിങ്ങും 2 രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണ് ഈ സിംക്രണസ് കണ്ടൻസർ എന്നുള്ളത്. അപ്പോൾ ഇത് 3 ഉത്തരവും നമുക്ക് കറക്റ്റായ സ്ഥിതിക്ക് അതിൽ ഓപ്ഷൻ 4 ഓൾ ദ എബോവ് എന്ന് പറഞ്ഞതാണ് നമ്മളതിൻ്റെ അകത്ത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉത്തരം. ഇനി അടുത്ത് തന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഈസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷർ ഓഫ് വേരിയേഷൻ ഡിമാൻഡ് അക്രോസ് ഡിഫറെൻറ്റ് ലോഡ്സ്. അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരു ഫ്ലാറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റോ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റോ എന്തോ ആകട്ടെ, അതിൽ നമ്മൾ ടോട്ടൽ ലോഡ്, കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നിറയെ ലോഡുകളുണ്ടാവും. അതായത് മോട്ടറുകൾ, നമ്മുടെ ലൈറ്റ്, ഫാൻ, AC, എന്തൊക്കെ കണക്റ്റഡ് ലോഡുണ്ടോ അതെല്ലാം കണക്റ്റഡ് ലോഡാണ്. പക്ഷേ ഈ ലോഡുകളെല്ലാം അറ്റ് എ ടൈം ആരും ഉപയോഗിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ലോഡ് മാത്രമേ ഒരു സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ, അതിൽ നമുക്ക് പല എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ MRI, CT അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം എക്സ്റേ ഒക്കെ എപ്പോഴും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെല്ലാം ഓരോ സമയത്തായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച്, അതായത് നമ്മളിപ്പോൾ കണക്റ്റഡ് ലോഡ് നമുക്ക് ചിലപ്പോൾ 1000 kV എന്നൊക്കെ പറഞ്ഞ് കിട്ടുവാണെന്ന് വെച്ചോ, നമുക്ക് അത്രയും 1000 തന്നെ എപ്പോഴും ഉപയോഗത്തിൽ വരില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 1/4 ഭാഗം, അതായത് 750 ആ റേഞ്ചൊക്കെ അല്ലെങ്കിൽ 500ഒക്കെയാണ് വരുള്ളൂ. അപ്പം നമ്മൾ ഇത് വലിയ വലിയ പ്രോജക്റ്റുകളിൽ നമ്മൾ അത് പ്രകാരം, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ഞാൻ പറയുന്നത്, അത് പ്രകാരം നമ്മൾ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ വലിയ വലിയ ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നഷ്ടമായി പോകും. കാരണം അറ്റ് എ ടൈം അത്ര ഉപയോഗിക്കുന്നില്ല. നമ്മൾ കണക്ഷനിലൂടെ അത്ര ഉണ്ട്, എന്നാൽ നമുക്ക് അതിൻ്റെ പകുതിയാണ് ഉപയോഗം എന്നെങ്കിൽ വെറുതെ വലിയൊരു ട്രാൻസ്ഫോമർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അർത്ഥമില്ലല്ലോ. ഒരു എക്സാമ്പിളാണ്.
അപ്പോൾ നമ്മൾ എത്രയായിരിക്കും അവിടെ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ സാധ്യത എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഫാക്ടറാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപയോഗമാണ്. ഇപ്പോൾ നമുക്ക് 10 വീടുകളുണ്ടെന്ന് വെച്ച് ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റാന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഹൗസിലെയും മാക്സിമം ഡിമാൻഡ്, ഈ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എത്ര ലോഡ് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഹൗസും വേരി ചെയ്യും. ഒരു വീട്ടുകാർക്ക് 2 കിലോ വാട്ടാണ്, ഒരാൾ 2.5, ഒരാൾ 1.8, അങ്ങനെ പല വാല്യൂം കാണിച്ചിട്ടുണ്ട്. 2.2 കൊടുത്തിട്ടുണ്ട്, 2.1, അങ്ങനെ പല വാല്യൂകളും ഇതിൻ്റെ അത് കാണാം. ഓക്കെ, അതായത് നമ്മുടെ അവിടുത്തെ കണക്റ്റഡ് ലോഡ് എത്രയാവട്ടെ അവർ അറ്റ് എ ടൈം ഇതാണ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഓരോ വീട്ടുകാരുടെയും ഒരു ഏതാണ്ട് ഒരു ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. 2 എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. ഒരാൾ 2 കിലോ വാട്ടാണ് മാക്സിമം അറ്റ് എ ടൈം ഉപയോഗിക്കുന്നു, ഒരാൾ 2.5, 1.8, അങ്ങനെ പല വാല്യൂ ഇതിൽ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒന്നിച്ച് നമ്മൾ കണക്ക് കൂട്ടും. എത്രയാണ് ഓരോരുത്തരുടെയും ടോട്ടൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞതാണ് 20.9 കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ടോട്ടൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം എത്രയാണെന്നൊന്ന് മനസ്സിലാക്കണം. അതായത് അറ്റ് എ ടൈം എത്രത്തോളം അവിടെ ടോട്ടൽ സിസ്റ്റം ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു അറ്റ് എ ടൈം എത്രത്തോളം കിലോ വാട്ട് വരും എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡൈവേഴ്സിറ്റി ഫാക്ടർ മനസ്സിലാക്കാം. സപ്പോസ് മാക്സിമം ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 10 വീടുകളുള്ള ഒരു ഫ്ലാറ്റ്, അല്ലെങ്കിൽ 10 വീടുകളുള്ള ഒരു ഏരിയ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ സാധ്യത 18 കിലോ വാട്ടാണെന്നാണ് കരുതുക. അപ്പോൾ നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ആ സമ്മ് ചെയ്തതിൻ്റെ ഡിവൈഡഡ് ബൈ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് 18 കിലോ വാട്ട്. അതായത് 20.9 ആയിരുന്നു നമ്മൾ ടോട്ടൽ ഈ പറഞ്ഞ വീട്ടുകാരുടെ എല്ലാവരെയും കൂടി ആഡ് ചെയ്തപ്പോൾ. പിന്നെ അറ്റ് എ ടൈം 18 കിലോ വാട്ടാണ് നമ്മൾ ഉപയോഗിച്ച് എന്ന് കരുതുക. അതായത് എല്ലാ വീട്ടുകാർക്കും വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നോക്കുമ്പോൾ 18 കിലോ വാട്ടാണ് ഉപയോഗിച്ചത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ടോട്ടൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് എൻ്റയർ ലോഡ്, അതായത് ടോട്ടലിൽ 20.9 കിലോ വാട്ടും അതിൻ്റെ നമ്മൾ അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫോമർ നോക്കുമ്പോൾ കാണാം 18. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് ശരിക്കും പറഞ്ഞാൽ 1.16 എന്ന് പറഞ്ഞിട്ട്. അതായത് ആ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നമുക്ക് 1.16 ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ നമ്മൾ കാണപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ്. നമ്മൾ ഈ വാല്യൂ തീരുമാനിക്കാതെ 1.16 അല്ലെങ്കിൽ 1.2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചിട്ട് അവിടെ എത്ര വരാൻ സാധ്യതയുണ്ട് അതിന് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇത്രയും വീട്ടുകാർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോമർ വേണം. അപ്പോൾ ആ ട്രാൻസ്ഫോമർ നമ്മൾ ഈ എല്ലാം കൂടി ചുമ്മാ കാൽക്കുലേറ്റ് ആഡ് ചെയ്ത് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊരു 21-25 കിലോ വാട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ഫീഡ് ചെയ്യാൻ പാകത്തിലുള്ളൊരു ട്രാൻസ്ഫോമർ വെക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. വലിയ എക്സാമ്പിളിൽ അത് 100 കിലോ വാട്ടും അതിന് മുകളിലൊക്കെ ആയിട്ടൊക്കെ പോകും. ഈ ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ 21 കിലോ വാട്ട് ആ റേഞ്ചിലുള്ള സാധനം ഫീഡ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് അത്രയും ഉപയോഗമായിട്ട് എങ്ങനെയല്ല, നമുക്ക് 18 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 1.16 എന്ന ആ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ 1.16 എന്ന് പറഞ്ഞ വാല്യൂ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ സപ്പോസ് നമ്മുടെ ടോട്ടലിൻ്റെ ലോഡ് നമ്മൾ ആഡ് ചെയ്യുന്നു 20.9 എന്ന് പറഞ്ഞ് കിട്ടും. അത് ഗുണനം 1.16 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫോമർ വച്ചതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആദ്യമേ ഏകദേശം എത്ര വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഐഡിയ തന്നെ ഒരു വാല്യൂ ആണ് ഈ 1.16 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 1.16 അല്ലെങ്കിൽ 1.2 വെച്ച് നമ്മുടെ ടോട്ടൽ ലോഡിനെ നമ്മൾ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിലോ വാട്ട് വരുന്നു എന്നുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ പല വാല്യൂവിലേക്ക് നമുക്ക് പോകാം. പക്ഷേ അതിൻ്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുന്നതോറും ലോഡ് ഭയങ്കര അൺപ്രഡിക്റ്റബിളാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഭയങ്കര ഇൻഡിവിജ്വൽ പീക്ക് ഡിമാൻഡും സിസ്റ്റം ഡിമാൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന്. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന ആളുടെയും പിന്നെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എല്ലാം കൂടി ആകത്തുക നോക്കുമ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം വരും. പിന്നെ ലോഡ് ബാലൻസിങ്ങിനും ഒപ്റ്റിമൈസേഷനൊക്കെ കുറച്ച് എളുപ്പം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും.
അതെന്താണെന്ന് നമുക്ക് പിന്നീട് ഏതെങ്കിലും അവസരം വരെ പറയാം. ഇനി നമ്മൾ പറഞ്ഞു വന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ ജനറലി എടുക്കുന്ന വാല്യൂസാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് 1.2 to 1.4 ആണ് എടുക്കാറുള്ളത്. കൊമേഴ്ഷ്യലിനും ഈ പറഞ്ഞ 1.1 1.3 മുകളിലും നമ്മുടെ ഇൻഡസ്ട്രിയൽ ലോഡ്സിനാണെങ്കിൽ 1.05 to 1.2 ഏകദേശം ഈ 1.2 1.3 ആ റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എത്രയാണെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1നേക്കാളും ഗ്രേറ്ററാണ് ഇപ്പോൾ എല്ലാം കണ്ടത്. അപ്പോൾ 1ന് മുകളിൽ ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ എന്നുള്ള. ഈക്വൽ ടു 1 അല്ല, ഓപ്ഷൻ ബി ആണ്, അല്ല ബി അല്ല, ഓപ്ഷൻ സി ആയിരിക്കും. കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പോൾ ആ ഒരു സിമ്പിൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കുക. ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. റെസിസ്റ്റീവ് ലോഡിൻ്റെ പവർ ഫാക്ടർ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. റെസിസ്റ്റീവ് ലോഡിൻ്റെ പവർ ഫാക്ടർ ഓൾവേസ് 1 ആണ്. കാരണം നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൽ പവർ ഫാക്ടർ ഈക്വൽ ടു P/S എന്ന് പറഞ്ഞാൽ, P എന്ന് പറഞ്ഞാൽ റിയൽ പവർ, S എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് പവറാണ്. ഇപ്പോൾ ഈ റെസിസ്റ്റീവ് ലോഡിൽ അപ്പാരൻറ്റ് പവറും റിയൽ പവറും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഓപ്ഷൻസ് ഒന്ന് വിശകലനം ചെയ്യാം. 0.8 0.9 എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഡക്റ്റീവ് ലോഡ്, മോട്ടർ, ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ആ ഒരു വാല്യൂ വരുന്നത്. 1 ആണ് കറക്റ്റ്. കാരണം റെസിസ്റ്റീവ് ലോഡ്, ഹീറ്റിംഗ് എലമെൻറ്റ്, ലൈറ്റിംഗ്, റെസിസ്റ്റീവ് അപ്ലയൻസ് ഇതിനെല്ലാം ഈ പറഞ്ഞ 1 ആണ് വരുന്നത്. പിന്നെ 1.1 എന്ന് പറഞ്ഞ വാല്യൂ സാധ്യമല്ല ഒരിക്കലും. കാരണം നമ്മൾ പവർ ഫാക്ടർ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ 1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയുക, അത് കപ്പാസിറ്റി ലോഡിന് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ റെസിസ്റ്റീവ് ലോഡിന് എപ്പോഴും 1 എന്നുള്ളൊരു വാല്യൂ ആണ്, ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞത് ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്.